നമ്മൾ ഇതുവരെ ചാനലിൽ പരീക്ഷിച്ച് നോക്കാത്തൊരു ടൈപ്പ് സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സൈഫൈ മൂവിയാണ്. അത് വിചാരിച്ച് മനസ്സിലാകാത്ത രീതിയിൽ മറ്റുള്ള സിനിമകളെപ്പോലെ സയൻസിനാൽ സമ്പന്നമായിട്ടുള്ളൊരു തരം സിനിമയല്ല. വയസ്സായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അപ്പാപ്പൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഏലിയൻ്റെ വലിയ സ്പേസ്ഷിപ്പ് വീഴാണ്. അതിൽ നിന്നൊരു ഏലിയനും പുറത്ത് വന്നിട്ട് നമ്മുടെ അപ്പാപ്പനോടാണ് സഹായം ചോദിക്കുക. എന്നാൽ അപ്പാപ്പൻ എൻ്റെ വീട്ടിൽ ഏലിയൻ ഉണ്ട് എന്ന് നാട്ടിൽ മൊത്തം വിളിച്ചു പറഞ്ഞു നടക്കും. എന്നാലും എല്ലാവർക്കും അറിയാലോ, വീട്ടിലൊരു ഏലിയൻ ഉണ്ടെന്ന് നാട്ടുകാരെല്ലാവരും അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാവും പ്രശ്നമെന്ന്. ആ ഏലിയന് തിരിച്ചു പോകാൻ പറ്റുമോ പറ്റില്ല എന്നൊന്നും നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമ ഇങ്ങനെയാണെങ്കിലും ഈ സിനിമ ഇങ്ങനെ അല്ല. ഒരു ഫീൽ ഗുഡ് സിനിമയും ഒരു സൈഫൈ സിനിമയും വയസ്സായ കുറച്ച് അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ചേഷ്ടയും എല്ലാം കൂടി ഒരുമിച്ചിളക്കിയിട്ട് ഒരു സിനിമ ചെയ്താൽ എങ്ങനെയുണ്ടാകും? അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ വെറുതെയാകും എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. നല്ലൊരു സിനിമയാണ്. ഞാൻ ഇപ്പോഴും ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സിനിമയിൽ തന്നെ കണ്ടു മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 2023 റിലീസ് ചെയ്ത ജൂൾസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ വയസ്സായ ഒരു അപ്പൂപ്പൻ റോട്ടിൽ കൂടെ നടന്ന് വരികയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അപ്പാപ്പൻ്റെ സിറ്റിയിലെ ഒരു കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിനാണ് പോകുന്നത്. അങ്ങനെ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് അപ്പാപ്പൻ കയറി ചെല്ലും. അപ്പാപ്പൻ്റെ സിറ്റി ഏതാന്ന് വെച്ചാൽ പെൻസിൽവാനിയയിലെ ബൂൺടൺ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അവിടെയാണെങ്കിൽ മേയറും പരിവാരങ്ങളും എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പരിഹാരം കാണുന്ന ഒരു പരിപാടിയാണ് ഈ കൗൺസിൽ മീറ്റിംഗ്. നമ്മുടെ അപ്പാപ്പൻ കയറി ചെന്നിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്ന ഒരു അമ്മാമ്മയുടെ വായ നോക്കുന്നുണ്ട്. അമ്മാമ്മയാണെങ്കിൽ ചിരിച്ചൊരു ചിരിയും പാസ്സാക്കുന്നുണ്ട്. എന്നാൽ അവരുടെ തൊട്ടു പിന്നിലേക്ക് നോക്കുന്ന നേരം മറ്റൊരു അമ്മാമ്മ, അവരാണെങ്കിൽ കുറച്ച് മുഖം കറുപ്പിച്ചാണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അപ്പാപ്പൻ കണ്ണു മാറ്റി കളയും. എന്ത് ചെയ്യാനാ, വയസ്സായാലും ഇതുപോലെയുള്ള സ്വഭാവങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പാപ്പൻ എന്തുകൊണ്ടോ ഇതെല്ലാം പിന്നെയും ചെയ്തു പോവുകയാണ്. എന്തായാലും കൗൺസിൽ മീറ്റിംഗ് അവിടെ തുടങ്ങിയപ്പോൾ മേയർ ജനങ്ങളോട് തള്ളിമറിക്കാനുള്ള കാര്യങ്ങളെല്ലാം തള്ളിമറിച്ചിട്ട് ഇനി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്തത് അതെല്ലാം എന്താണെന്ന് പറയാനായിട്ട് പറയും. അന്നേരം എന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ട് കൈ പൊക്കി കാണിക്കുന്നത് നമ്മുടെ മിൽട്ടൺ അപ്പാപ്പനാണ്. അപ്പാപ്പൻ്റെ പേരാണ് മിൽട്ടൺ. അങ്ങനെ നമ്മുടെ ആശാൻ ചെന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ സിറ്റിയുടെ സ്ലോഗൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിപ്പോഴുള്ളത് എ ഗ്രേറ്റ് പ്ലേസ് ടു കോൾ ഹോം എന്നാണ്. ഇത് കേൾക്കുന്നവരെല്ലാം തെറ്റിദ്ധരിച്ചാണ് പോകുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്നാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അതൊന്ന് മാറ്റണം. പിന്നെ നമ്മുടെ ട്രെൻഡ് അവന്യൂവിൽ ഒരു സീബ്ര ലൈൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവന്യൂ കഴിഞ്ഞ് കുറച്ചധികം മുന്നോട്ട് പോയിട്ട് സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് പിന്നെ അവന്യൂവിലേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് നമ്മുടെ ട്രെൻഡ് അവന്യൂവിൽ ഒരു സീബ്ര ലൈൻ വേണം. ഇത് കേൾക്കുന്ന മേയറും പരിവാരങ്ങളും ആണെങ്കിൽ എന്നാൽ പിന്നെ പോയി ഇരി, ഞങ്ങൾ പിന്നെ എപ്പോഴേലും ആക്കിക്കോളാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് അപ്പാപ്പൻ പോകുന്നത് രാത്രിയാണ്. വീട്ടിൽ തിരിച്ചെത്തിയാൽ സ്വന്തം ബന്ധം എന്ന് പറയാനായിട്ട് ഒരൊറ്റ മകൾ മാത്രമാണുള്ളത്. പക്ഷെ മകൾ ഇവിടെയല്ല ജീവിക്കുന്നത്. അവളൊരു മൃഗസ്നേഹിയാണ്. അതുകൊണ്ട് കുറച്ച് അകലെയായിട്ട് ഏതൊരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് തിരിച്ചു വരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവിടെ തന്നെ എവിടെയാണ് താമസിക്കുന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന അപ്പാപ്പൻ സ്വന്തമായി നട്ടു നനച്ച് വലുതാക്കിയ ഗാർഡനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഗാർഡൻ കാണാൻ തന്നെ നല്ല രസമാണ്. ആദ്യം അത് എനിക്ക് തോന്നിയത് പെയിന്റ് അടിച്ച് വെച്ച പോലെയാണ്. അത്രയും രസമാണ് അത് കാണാനായിട്ട്. എന്തായാലും അവിടെ തന്നെ കിളികൾക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം അപ്പാപ്പൻ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലുന്ന നേരം അപ്പൂപ്പൻ്റെ മൃഗ ഡോക്ടറായിട്ടുള്ള മകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ശരിക്കും ഇവിടെയല്ല താമസിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൂപ്പൻ്റെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ്, ചെക്ക് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം നോക്കിയിട്ട് പോകാൻ നേരത്ത് അവളൊന്ന് ടോയ്ലറ്റിൽ പോയി വരാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ ചെന്ന് ഇരിക്കുന്ന നേരമാണ് അവിടെ ബീൻസിൻ്റെ ടിന്ന് വെച്ചിരിക്കുന്നത് കാണുക. ബീൻസ് എല്ലാം ശരിക്കും അടുക്കളയിൽ കാണണ്ടല്ലേ. പക്ഷേ ഇതെങ്ങനെ അവിടെ വന്നു എന്ന് വെച്ചാൽ അപ്പാപ്പന് ചെറിയൊരു മറവിയുണ്ട്. മറവിയാണെങ്കിൽ അപ്പാപ്പൻ സമ്മതിക്കുകയില്ല. എനിക്ക് മറവി ഉണ്ടെന്ന് സമ്മതിച്ചു തരില്ല. മോളാണെങ്കിൽ ഇറങ്ങിച്ചെന്ന് ഈ ബീൻസിൻ്റെ ബോട്ടിൽ എങ്ങനെ ബാത്റൂമിൽ എത്തിയെന്ന് ചോദിക്കുന്ന നേരം അപ്പാപ്പൻ പറയും, അടുക്കളയിൽ വെക്കാനായിട്ട് സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത്. അവൾ ചോദിക്കും, ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയുന്നു ഡോക്ടറെ കാണാൻ പോകാന്ന്. നിങ്ങളുടെ മറവി കൂടി വരികയാണ്. ഇനിയും കൂടുതൽ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. അതിന് അപ്പാപ്പൻ തിരിച്ചു ചോദിക്കും, ഏത് മറവി, ആർക്ക് മറവി, നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എത്രയൊക്കെ മറവി ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ മറന്നുപോയാലും അപ്പാപ്പൻ സമ്മതിക്കില്ല എനിക്ക് മറവിയാണെന്ന്. അവളാണെങ്കിൽ കാണുന്ന നേരമെല്ലാം 100 തവണ ചോദിക്കും, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്ന്. അതിനൊന്നും അപ്പാപ്പൻ സമ്മതിക്കുകയില്ല. എന്തായാലും തിരിച്ചു പോകാൻ നേരത്ത് അപ്പാപ്പനെ നെറ്റിക്കിട്ട് ഒരു മുത്തം കൊടുത്താണ് അവൾ പോകുന്നത്. അങ്ങനെ രാത്രിയാവുന്ന നേരം ഭക്ഷണം എല്ലാം കഴിച്ച് TV എല്ലാം കണ്ട് പ്ലേറ്റ് എല്ലാം കഴുകി വെച്ച് അപ്പാപ്പൻ ഉറങ്ങാനായിട്ട് കിടക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് പോകുന്ന നേരത്താണ് ആകാശത്തിൽ നിന്ന് മിന്നലെല്ലാം പായിച്ചുകൊണ്ട് ഒരു സാധനം താഴേക്ക് ഭൂമിയിലേക്ക് വന്ന ഒരൊറ്റ പതിക്കുന്നത്. ഒരു ഗുണ്ട് പൊട്ടുന്ന ശബ്ദത്തിലാണ് അത് താഴേക്ക് വീഴുന്നത്. എന്നാലും നമ്മുടെ അപ്പാപ്പ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ചെറിയ എന്തോ ഒരു സാധനം താഴെ വീഴുന്നുള്ള മനസ്സിലായി. അതുകൊണ്ട് തന്നെ കണ്ണടയെല്ലാം വെച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് മെല്ലെ താഴേക്ക് വന്ന് ഇറങ്ങി നോക്കും. ആദ്യമൊക്കെ ഇത് എവിടെ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ പിന്നാമ്പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഒരു വലിയ പേടകം ആകാശത്തിൽ നിന്ന്
താഴെ വീണ് കിടക്കുന്ന കാണുക. അതാണെങ്കിൽ അപ്പാപ്പൻ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്നിരുന്ന ആ ഗാർഡൻ എല്ലാം തകർത്താണ് വീണിരിക്കുന്നത്. അത് കണ്ട് മനസ്സ് വേദനിക്കുന്ന അപ്പാപ്പൻ അപ്പം തന്നെ എമർജൻസിയിലേക്ക് വിളിക്കും. എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് വലിയൊരു സ്പേസ് ഷിപ്പ് ഹേലിയൻ്റെ പേടകം വീണ് കിടക്കുന്നുണ്ട്, അതെങ്ങനെയും ഒന്ന് മാറ്റിത്തരണം. എൻ്റെ ഗാർഡൻ ആണെങ്കിൽ അതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ വിചാരിക്കുക നട്ടപ്പാതിരക്ക് എമർജൻസിയിലേക്ക് വിളിച്ച് ആരോ പറ്റിക്കാന്നാണ്. അതുകൊണ്ട് അവർ പറയും എമർജൻസിയിലേക്ക് വിളിച്ചതുപോലെ പറ്റിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അപ്പാപ്പൻ ഇപ്പോൾ പോയിട്ട് മാമുണ്ട് ചാഞ്ചാട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാവുന്ന അപ്പാപ്പൻ അപ്പം തന്നെ മകളെ വിളിച്ചു നോക്കും. എന്നാൽ അവളുടെ ഫോണിലേക്ക് കോൾ പോകുന്നില്ല, വോയിസ് മെയിലാണ് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ വോയിസ് മെയിൽ ചെയ്യാനായിട്ട് വായ തുറക്കുമ്പോഴാണ് മനസ്സിലാവുക അതിൽ വോയിസ് മെയിൽ ചെയ്തിട്ട് കാര്യമല്ല, അവളുടെ മെമ്മറി ഫുള്ളാണ്. അതുകൊണ്ട് പറഞ്ഞാലും അവിടെ എത്താനായിട്ട് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പാപ്പൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത്യാവശ്യം വന്നാൽ വിളിച്ചു പറയാനായിട്ട് ആരുമില്ല. അത് മകളുടെ പ്രശ്നമല്ല, മകൾ പറയുന്നതാണ് എൻ്റെ കൂടെ വന്ന് ജീവിച്ചോളാൻ. എന്നാൽ അതിനൊന്നും സമ്മതിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞാണ് അപ്പാപ്പൻ ഇവിടെ തന്നെ ജീവിക്കുന്നത്. എന്തായാലും അപ്പാപ്പൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കൗൺസിൽ മീറ്റിങ്ങിനാണ് പോകുന്നത്. ഈ ഒരു പരിപാടി എന്നും ഉണ്ടാകും, അതുകൊണ്ട് തന്നെ അപ്പാപ്പൻ എന്നും പോവുകയും ചെയ്യും. ശരിക്കും കൗൺസിൽ മീറ്റിംഗ് എന്തിനാന്ന് വെച്ചാൽ പ്രായമായവർക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കും എല്ലാം ജീവിതം മടുത്തു പോകാതിരിക്കാനായിട്ട് കുറച്ചെങ്കിലും കൂട്ടുകാരുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരാനായിട്ടാണ് ഇതുപോലെ കൗൺസിൽ മീറ്റിങ്ങുകൾ വെക്കുന്നത്. അവിടെ ചെല്ലുന്ന നേരം അപ്പാപ്പനെ തലേ ദിവസം കടുപ്പിച്ച് നോക്കിയിരുന്ന ഒരു അമ്മൂമ്മ ഇല്ലായിരുന്നോ, ആ അമ്മൂമ്മയാണ് സംസാരിക്കാനായിട്ട് വരുന്നത്. അമ്മൂമ്മയുടെ പേര് കണ്ണടയിട്ട ക്ലാര അമ്മൂമ്മ. ആളൊരു തട്ടിക്കൂട്ട് ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അറിവിൽ ഈ നാട്ടിൽ ഗെയിം കളിക്കുന്ന, പന്ത് കൊണ്ട് ഒരു വെറൈറ്റി ഗെയിം കളിക്കുന്ന ആരുമില്ല. പക്ഷേ എനിക്കറിയാം പന്ത് കൊണ്ട് വെറൈറ്റി ആയിട്ടൊരു ഗെയിം കളിക്കാൻ. അത് ഇന്നും രാവിലെ നമ്മുടെ സിറ്റിയിലുള്ള ആളുകൾ കളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ആരോഗ്യമായിരിക്കും. പക്ഷേ ചുരുക്കി പറയുകയാണെങ്കിൽ കൗൺസിൽ ഇതൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. ഇവരെന്തേലും പറയട്ടെ തിരിച്ചു പോട്ടെ എന്നാണ് വിചാരിക്കുക. അങ്ങനെ അടുത്തതായിട്ട് വരുന്നത് അപ്പാപ്പൻ നോക്കിയപ്പോൾ ചിരിച്ചു കാണിച്ചിരുന്നൊരു അമ്മൂമ്മയില്ലായിരുന്നോ, അവരാണ് സംസാരിക്കാനായിട്ട് വരുന്നത്. അമ്മൂമ്മയുടെ പേര് സാൻഡി എന്നാണ്. സാൻഡി അമ്മൂമ്മയാണെങ്കിൽ കലാപരമായിട്ട് കുറച്ച് കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സിറ്റിയിൽ ഇഷ്ടം പോലെ മതിലുകളുണ്ട്. അവിടെയെല്ലാം നല്ല നല്ല പെയിന്റുകൾ അടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ നാട് നല്ലപോലെ ഇഷ്ടമാവും. നമ്മുടെ നാട്ടിലുള്ളവർക്കും അതെന്തായാലും ഇഷ്ടമാവും. ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു പരിപാടിയാണ്. പക്ഷേ കൗൺസിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. അതങ്ങനെയാണല്ലോ. അടുത്തത് മിൽട്ടൺ അപ്പൂപ്പനാണ് സംസാരിക്കുന്നത്. പുതുതായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ നാടിന്റെ സ്ലോഗൻ മാറ്റുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രെൻഡ് അവന്യൂവിൽ ഒരു സീബ്ര ലൈൻ വരയ്ക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പൻ ഈ കാര്യം തന്നെയാണ് ഇന്നലെയും സംസാരിച്ചത്. പക്ഷേ ഇന്നായപ്പോഴേക്ക് ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. അതുകൊണ്ടാണ് പിന്നെയും സംസാരിക്കുന്നത്. എന്തായാലും തിരിച്ച് വീട്ടിലെത്തി ആകെ ശോകമൂകമായിട്ട് കിടന്നുറങ്ങാനായിട്ട് കിടക്കുന്ന നേരത്താണ് വീടിന്റെ പിന്നിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേൾക്കുക. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ സ്പേസ്ഷിപ്പിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കാണുക അതിൽ നിന്ന് ഒരു ഏലിയൻ താഴെ വന്ന് നിലത്തുകൂടെ അങ്ങേരുടെ വീടിനടുത്തേക്ക് ഇഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നൊന്നും അത് വീട്ടിലേക്ക് എത്താൻ പോകുന്നില്ല. അതിനെന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് പേടിക്കുന്ന അപ്പാപ്പൻ അപ്പം തന്നെ മകൾ വിളിക്കെങ്കിലും കോൾ കണക്റ്റ് ആവുന്നില്ല. എന്നാൽ പിന്നെ വോയിസ് മെയിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ അതാണെങ്കിൽ മെമ്മറി ഫുള്ളും ആയി കിടക്കാണല്ലോ. എന്നിരുന്നാലും അപ്പാപ്പൻ സംസാരിക്കും. മോളെ, വീടിന്റെ പിന്നിലേക്ക് വലിയൊരു ഏലിയന്റെ സ്പേസ്ഷിപ്പ് വീണിട്ടുണ്ട്. ഇപ്പൊ അതിൽ നിന്നൊരു ഏലിയൻ നമ്മുടെ വീടിനടുത്തേക്ക് ഇഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും മകൾ കേൾക്കുന്നില്ല, മകൾ കേൾക്കാനായിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും അപ്പൂമ്മ വെറുതെ പറയാണ്. അടുത്ത ദിവസം വീണ്ടും കൗൺസിൽ മീറ്റിംഗ് ആണ്. നമ്മുടെ ആളുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. സാൻഡി അമ്മൂമ്മയാണെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. അതിന്റെ പേരാണ് ഓൾഡർ ഫോർ യങ്ങർ. ഈ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ വയസ്സായ ആളുകളോട് യുവാക്കളെ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് 2 പേർക്കും അറിയുന്ന കാര്യങ്ങൾ പരസ്പരം കൈമാറാലോ. ഇത് കേൾക്കുന്ന കൗൺസിലിനാണെങ്കിൽ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. അടുത്തായിട്ട് വന്ന് സംസാരിക്കുന്നത് നമ്മുടെ അപ്പൂപ്പനാണ്. അപ്പൂപ്പനും ഇന്നലെ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് വന്ന് സംസാരിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും. എൻ്റെ വീടിന്റെ പിന്നിൽ വലിയൊരു ഏലിയന്റെ സ്പേസ്ഷിപ്പ് വീണ് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഏലിയൻ എൻ്റെ വീടിന്റെ അടുത്തേക്ക് വരികയാണ്. അതെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? സാധാരണയായിട്ട് പറയുന്ന പോലെയാണ് അപ്പാപ്പൻ ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിൽ ഇങ്ങേരിത് എന്ത് ചെയ്യുമ്പോൾ പറയുന്നതെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. ഇനി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് അപ്പൂപ്പൻ തിരിച്ചു പോരും. അന്നേരം കണ്ണടിയിട്ട ക്ലാര അമ്മൂമ്മ ഓടി വന്ന് പറയും, നിങ്ങൾ എന്തിനാണ് കൗൺസിലിനോട് ഇതുപോലെ ഏലിയന്റെ സ്പേസ്ഷിപ്പൊക്കെ വീണിട്ടുണ്ടെന്ന് പറയുന്നത്? അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി മുഖവിലേക്ക് എടുക്കില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മളെ വലിയ വിലയില്ല. ഇനി നമ്മൾ ഇങ്ങനെ കൂടെ സംസാരിക്കാൻ നിന്നാൽ അവർ നമ്മളെ മെയിൻ ചെയ്യുക പോലുമില്ല. എന്നാൽ അപ്പൂപ്പൻ പറയാ, സത്യം പറയാനും പറ്റില്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്, ഇല്ലാത്ത കാര്യമൊന്നുമില്ല. എൻ്റെ വീടിന്റെ പിന്നിൽ വേണേൽ ചെന്ന് നോക്ക്, അന്നേരം കാണാം. വേദം ഓതിയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാവുന്ന നേരം ക്ലാര അമ്മൂമ്മ അവിടുന്ന് മാറിപ്പോകും. അന്നേരം സാൻഡി അമ്മൂമ്മ വന്ന് പറയും, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരാം. എന്ത് പറയുന്നു? സാൻഡി അമ്മൂമ്മക്ക് അപ്പൂപ്പനോട് വലുതായിട്ടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ അപ്പൂപ്പൻ സമ്മതിച്ചു. അങ്ങനെ അവരെ ഒരുമിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുക. ആശാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം അമ്മൂമ്മ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, മടിയൊന്നും വിചാരിക്കേണ്ട, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വന്നോളാം. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന അപ്പൂപ്പൻ ഏലിയനെ ചെന്ന് നോക്കുന്നേരം അത് അവിടെ തന്നെ കിടക്കാണ്. അപ്പോഴാണ് അതിന്റെ മുഖം നമ്മൾ കാണുന്നത്. ആകെ വെള്ളയായിട്ട് വെളുത്ത് കിടക്കുന്ന ഒരു ഏലിയൻ. എന്തായാലും കാണാനായിട്ട് ഒരു മനുഷ്യനെ പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ദാഹിക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ തൊട്ടടുത്ത് വെച്ച് കൊടുക്കും. ഒരു പുതപ്പെടുത്ത് അതിന് പൊതച്ചു കൊടുക്കുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചായ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇന്നലെ ഞാനൊരു സാധനത്തിന് മൂടി വെച്ചിരുന്നല്ലോ എന്ന് അപ്പാപ്പൻ ഓർമ്മ വരിക. ചെന്ന് നോക്കുന്നേരാണെങ്കിൽ ഏലിയൻ അവിടെ കാണുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോഴേക്ക് ഒരു വാക്ക് പറയാതെ അത് പോയോന്ന് വിചാരിച്ച് വിഷമത്തിൽ തിരിഞ്ഞ് നോക്കുന്നേരാണ് അപ്പൂപ്പന്റെ വീടിന്റെ തൊട്ടു സൈഡിലായിട്ട് തണുത്ത എലിയൻ ഇരിക്കുന്ന കാണുക. തണുത്ത
തണുത്ത് വിറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനോട് വീട്ടിലേക്ക് കയറിയാൽ ചൂട് കിട്ടുമെന്ന് അപ്പൂപ്പൻ പറയും. എന്നാൽ ഏലിയൻ ഉണ്ടോ അത് മനസ്സിലാവുന്നത്, അതുകൊണ്ട് തന്നെ ആംഗ്യത്തിൽ വീട്ടിലേക്ക് കയറി വന്നാലോ എന്ന് കാണിക്കും. അങ്ങനെ 2-3 തവണ കാണിക്കുന്നവരാണ് ഏലിയന് മനസ്സിലാവുക. അങ്ങനെ അത് 4 കാലിൽ മുട്ടിലെഴിഞ്ഞിട്ട് വീടിനകത്തേക്ക് മെല്ലെ മെല്ലെ കയറി വരും. അപ്പോഴാണ് അതിന് കുറച്ചെങ്കിലും ചൂട് കിട്ടുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്ന നേരം അതാണെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിനെന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. അപ്പൂപ്പൻ അടുക്കളയിൽ ചെന്ന് 3 തരം ഡിഷുകൾ ഉണ്ടാക്കും. അതിലൊന്ന് ആപ്പിളാണ്, ഒന്ന് നൂഡിൽസ്, ഒന്ന് സാൻഡ്വിച്ച്. അതെല്ലാം കൂടെ അതിന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന നേരം അത് ആപ്പിൾ മാത്രമാണ് എടുത്ത് കഴിക്കുക. അപ്പോഴാണ് അപ്പാപ്പൻ പറയുക ഇത് അവസാനത്തെ ആപ്പിളായിരുന്നു എന്ന്. അങ്ങനെ ആപ്പിൾ വാങ്ങാനായിട്ട് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മാർക്കറ്റിലേക്ക് ചെല്ലും. അവിടുന്ന് കുറേ ആപ്പിൾ വാങ്ങിയിട്ട് അതെല്ലാം ബില്ല് ചെയ്യുന്ന നേരം കാഷ്യർ ചോദിക്കും നിങ്ങൾക്ക് എന്തിനാ ഇത്ര ആപ്പിൾ? അതിന് അപ്പൂപ്പൻ പറയാ എന്റെ വീടിന്റെ പിന്നിൽ ഒരു വലിയ ഏലിയന്റെ സ്പേസ്ഷിപ്പ് ഇടിച്ചു വീണിട്ടുണ്ട്. അതിൽ നിന്നാണെങ്കിൽ ഒരു ഏലിയനും പുറത്തു വന്നു. അത് ആപ്പിൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആപ്പിൾ വാങ്ങുന്നത്. ഏലിയനോ? ഏത് നാട്ടിലെ ഏലിയനെന്ന് അങ്ങേര് ചോദിക്കും. ഏലിയൻ എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. കുടിയേറി വരുന്നവരെ അവർ ഏലിയൻ എന്നാണ് പറയാ. നമ്മുടെ ആശാൻ പറയും ആ ഏലിയൻ ഒന്നും അല്ല, ഇത് പുറത്തുനിന്ന് ഔട്ടർ സ്പേസിൽ നിന്ന് വന്ന ഏലിയനാണ്, ആകാശത്തിൽ നിന്ന് വീണ ഏലിയനാണ്, അതിനാണ് ഇത്ര ആപ്പിൾ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഏലിയനും ആപ്പിൾ കൊടുത്തിട്ട് അപ്പൂപ്പൻ അവിടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടിവിയിലാണെങ്കിൽ ഒരു വലിയ ന്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോൾ ഒരു കാലാവസ്ഥ ഉപകരണത്തിന്റെ പാർട്സ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്നും അത് താഴേക്ക് വീണിട്ട് ഇപ്പം അത് കാണുന്നില്ല. അതിന്റെ പാർട്സുകൾ തലയുടെ മണ്ടപ്പുറത്ത് വീഴാതെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ന്യൂസിൽ പറയുന്നത്. എന്നാൽ അപ്പൂപ്പൻ ഇതൊന്നും മെയിൻ ചെയ്യുന്ന പോലുമില്ല. ആ ന്യൂസ് തന്നെ മാറ്റിക്കളയും. അപ്പോഴാണ് ആപ്പിളെല്ലാം കഴിച്ച് കുറച്ചൊക്കെ ആരോഗ്യം വെക്കുന്ന ഏലിയൻ അപ്പൂപ്പന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്. പെട്ടെന്ന് ഏലിയനെ കാണുമ്പോൾ അപ്പൂപ്പനൊന്ന് പേടിക്കും. ശരിക്കും ഈ വീട്ടിൽ ഇത്രയും കാലം അപ്പൂപ്പൻ ഒറ്റയ്ക്കായിരുന്നല്ലോ താമസിച്ചിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ അപ്പൂപ്പൻ പേടിച്ചു പോയതാണ്. എന്തായാലും നിനക്ക് ആരോഗ്യമൊക്കെ വെച്ചില്ലേ, നമുക്ക് ഈ വീടെല്ലാം ഒന്ന് ചുറ്റി കണ്ടാലോ എന്ന് ചോദിച്ച് അപ്പൂപ്പൻ വീടെല്ലാം ചുറ്റി കാണിക്കുകയാണ്. അടുക്കളയും ബെഡ്റൂമും ടോയ്ലറ്റും ടിവിയും അവസാനം ഡൈനിങ് ഹാളും കാണിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് അപ്പൂപ്പന്റെ കുടുംബ ഫോട്ടോ അവിടെ ഇരിക്കുന്ന കാണുക. എന്നാൽ പിന്നെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ ഭാര്യ, അവൾ മരിച്ചുപോയി. പിന്നെ ഇതാണ് എൻ്റെ മകള്, അവൾ ഇവിടെ കുറച്ച് ദൂരെയായിട്ട് ജോലി ചെയ്യാണ്. പിന്നെ ഇതാണ് എൻ്റെ മകൻ, അവൻ 10 വർഷം മുന്നേ കാലിഫോർണിയയിൽ ഒരു ജോലി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. പിന്നെ ഒരിക്കലും അവൻ തിരിച്ചു വന്നിട്ടുമില്ല, ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല. അതിൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്കറിയാം ചെറുപ്പക്കാരെല്ലാം ബിസി ആയിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. അപ്പോഴാണ് 7 മണിയാവുന്നത്. 7 മണിക്ക് എന്തോ ഒരു ഡാൻസ് ഷോ ടിവിയിൽ വരുന്നുണ്ട്. അത് കാണാനായിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ അവിടെ പോയിരുന്ന് അത് കണ്ടോണ്ടിരിക്കുകയാണ്. ഏലിയനാണെങ്കിൽ ഇങ്ങേരിത് എന്ത് മനുഷ്യരാന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അതേസമയത്ത് അപ്പൂപ്പന്റെ മകള് സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാനായിട്ട് വരുന്ന നേരം കാഷ്യർ പറഞ്ഞു കൊടുക്കും നേരത്തെ നിന്റെ അച്ഛൻ വന്നിരുന്നു, കുറെ ആപ്പിളുകൾ വാങ്ങി, വീട്ടിലിരിക്കുന്ന ഏലിയൻ ആണെന്നാണ് പറഞ്ഞേ. അങ്ങേര് ശരിക്കാണോ ഇതെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും അങ്ങേര് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങേര് കാര്യമായിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അതേ സമയത്താണെങ്കിൽ അപ്പാപ്പനും ഏലിയനും കൂടെ വീട്ടിൽ ആപ്പിൾ തിന്നോണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ ഇപ്പൊ നല്ലൊരു കൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് പുറത്ത് മകൾ വരുന്നത്. അവള് പറയും ഞാൻ എത്ര കാലമായി ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകാന്ന് പറയുന്നു, ഇനിയെങ്കിലും അത് കണ്ടേ പറ്റൂ, ഇനി അത് നീട്ടിപ്പിടിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അങ്ങനെ അവളുടെ വാശിക്ക് മുന്നിൽ ഓക്കെ ഡോക്ടറെ അടുത്ത് പോകാൻ അപ്പൂപ്പനെ സമ്മതിക്കും. അങ്ങനെ അവള് പോകുന്ന നേരത്താണ് സാൻഡി അമ്മൂമ്മ അപ്പൂപ്പന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ എടുത്തു വെക്കുന്ന നേരം അമ്മൂമ്മ പറയുന്നത് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അതിനായിട്ട് എനിക്ക് കുറെ പ്രിന്റുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലെ പ്രിന്റർ അടിച്ചുപോയി, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ. അപ്പൂപ്പനാണെങ്കിൽ സമ്മതിക്കാനായിട്ട് കുറച്ച് മടിയാണ്. സാൻഡി അമ്മൂമ്മക്ക് അപ്പൂപ്പനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിലും അപ്പൂപ്പന്റെ തിരിച്ചങ്ങനെയൊന്നുമില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെയാണ് സമ്മതിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് സാൻഡി അമ്മൂമ്മ വീട്ടിലെത്തി. അകത്തേക്ക് കയറുമ്പോഴാണ് സോഫയിൽ ഒരു ഏലിയൻ ഇരിക്കുന്നത് കാണാം. പെട്ടെന്ന് തന്നെ അമ്മൂമ്മ പേടിച്ച് വിറച്ചു പോകും. നിന്റെ വീട്ടിൽ ഒരു ഏലിയൻ ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണല്ലേ, നീ സത്യമായിരുന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഏലിയന്റെ തൊട്ടടുത്തായിട്ട് സോഫയിൽ വന്നിരിക്കും. നമ്മുടെ ആശാനാണെങ്കിൽ അമ്മൂമ്മയെയും കൂട്ടിയിട്ട് വീടിന്റെ പിന്നിൽ വീണ ഏലിയന്റെ സ്പേസ്ഷിപ്പ് കാണിച്ചു കൊടുക്കുന്ന നേരം അമ്മൂമ്മ ഇതെല്ലാം കണ്ട് പേടിച്ച് തരിച്ചു നിൽക്കാണ്. അതിന് അപ്പൂപ്പൻ പറയും ഏയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇതെല്ലാം വളർന്നോളും. അപ്പൂപ്പൻ ഗാർഡനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്ന നേരം സാൻഡിയമ്മവും പറയും ഈ ഒരു ഏലിയൻ ഇവിടെയുള്ള കാര്യം നമ്മൾ 2 പേരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ ഒരു ഏലിയനെ കിട്ടിയാൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതേ സമയത്താണ് കണ്ണടയിട്ട ക്ലാര അമ്മ മിൽട്ടൺ അപ്പൂപ്പന്റെ വീടിന്റെ മുന്നിൽ കൂടെ പോകുന്ന നേരം അവിടെ സാൻഡി അമ്മൂമ്മയുടെ കാറ് കാണാം. ഇവക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യമെന്ന് വിചാരിച്ചുകൊണ്ട് കാർ ഓടിച്ച് അവിടുന്ന് പോകും. ഇതേ സമയത്ത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി സെന്റർ ആണ് കാണിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ഏലിയൻ സ്പേസ്ഷിപ്പാണ് താഴേക്ക് വീണിട്ടുള്ളത് എന്നുള്ള കാര്യം. അവരെല്ലാവരും കൂടെ അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടേക്കാണെങ്കിൽ കുറെ ആളുകൾ കോൾ ചെയ്യുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് എന്തോ ഒരു താഴികക്കുടം പോലെയുള്ള സാധനം താഴേക്ക് വീഴുന്ന കണ്ടു എന്നെല്ലാമാണ് വിളിക്കുന്ന ആളുകൾ പറയുന്നത്. അന്ന് രാത്രിയാകുന്ന നേരത്ത് നമ്മുടെ അപ്പൂപ്പനും ഏലിയനും കൂടെ ഒരുമിച്ചിരുന്ന് TV കാണാണ്. ഏലിയൻ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇതെല്ലാം ശ്രദ്ധയോടെ കണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇരിക്കുന്ന ഇരുത്തത്തിൽ തന്നെ നമ്മുടെ മിൽട്ടൺ അപ്പൂപ്പൻ ഉറങ്ങിപ്പോകും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം സോഫയിൽ കിടന്ന് മേലെല്ലാം പുതച്ചാണ് അപ്പൂപ്പൻ കിടക്കുന്നത്. ഏലിയനാണ് പുതച്ച് വെച്ചെന്നുള്ള കാര്യം അപ്പൂപ്പന് മനസ്സിലാകും. അങ്ങനെ എഴുന്നേൽക്കുന്ന നേരമാണ് കാണുക ഏലിയൻ അവിടെ ഒരു പൂച്ചയുടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ആ ചിത്രം എടുത്തുകൊണ്ട് ഏലിയനെ തിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം അതാണെങ്കിൽ അതിന്റെ സ്പേസ്ഷിപ്പ് നന്നാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് ചെന്ന് ഈ ഒരു ചിത്രം നീയാണോ വരച്ചതെന്ന് ചോദിക്കുന്ന നേരം അത് ജോലിയെല്ലാം നിർത്തിവെച്ച് അപ്പൂപ്പൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. നീയാണ് വരച്ചെങ്കിൽ നന്നായിട്ടുണ്ട്, നീ നിന്റെ ഷിപ്പ് നന്നാക്കാൻ തുടങ്ങിയതും ഏതായാലും നന്നായി. ഇവിടെ ഇത് നന്നാക്കാൻ അറിയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് പരിപാടി തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് അപ്പൂപ്പനെയും കൊണ്ട്
മകൾ ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൂപ്പൻ്റെ മറവി നോക്കാനായിട്ട് അവർ ചെറിയ ചെറിയ ഗെയിമുകൾ കളിക്കുന്നുണ്ട്. കുറേ ചിത്രങ്ങൾ വെച്ച് അതിലെ വ്യത്യാസം മനസ്സിലാക്കുക, 4 ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് അതിലൊന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഏതാണ് കാണാതായെന്ന് ചോദിക്കുക. അങ്ങനെയുള്ള ഓരോ ഗെയിമുകളാണ് കളിക്കുന്നത്. എന്നാൽ ഇതൊന്നും അപ്പൂപ്പന് പറയാനേ പറ്റുന്നില്ല. ഇതിൻ്റെ വ്യത്യാസവും മാറിപ്പോയതും കാണാതായിരിക്കുന്നതൊന്നും പറയാനായിട്ട് അപ്പൂപ്പന് പറ്റുന്നില്ല. മിണ്ടാതിരിക്കുകയാണ്. അതേ സമയത്ത് സാൻഡി അമ്മൂമ്മ വീട്ടിൽ ഏലിയൻ്റെ കൂടെ അതിൻ്റെ പേടിക്കായിട്ട് ഇരിക്കുകയാണ്. അതിനോട് പറയുന്നുണ്ട്, മിൽട്ടൺ അപ്പൂപ്പൻ ഇപ്പോൾ വരൂ കേട്ടോ, പേടിക്കണ്ട, ഞാനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നോട് കുറച്ചൊക്കെ സംസാരിച്ചോട്ടെ. എന്നിട്ട് ഫോൺ എടുത്ത് സാൻഡി അമ്മൂമ്മ മകളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഈ സ്വർണ്ണ മുടിക്കാരിയാണ് എൻ്റെ മകള്, അവളുടെ കൂടെ നിൽക്കുന്നത് അവൾ കല്യാണം കഴിച്ച ആളാണ്. എനിക്കറിയില്ല നിങ്ങളുടെ ഗ്രഹത്തിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള കാര്യങ്ങൾ, പക്ഷെ ഞങ്ങളുടെ ഇവിടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. പിന്നെ ഇതാണ് അവളുടെ മകൻ, അവൻ ജനിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ കരയാണ്. അമ്മൂമ്മക്ക് എന്തെല്ലാമോ വിഷമങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇവിടെ മോള് ഡോക്ടറോട് പറയാണ്, അച്ഛൻ ഇപ്പം മറവി കൂടി വരുന്നുണ്ട്, ഇപ്പം സാധനങ്ങളെല്ലാം പൊരുത്തമില്ലാത്ത സ്ഥലങ്ങളിലാണ് കൊണ്ടുവെക്കുന്നത്. എന്നാൽ അപ്പൂപ്പൻ സമ്മതിക്കില്ല, ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുവെക്കുന്നത്. അതിന് അവൾ പറയും, കഴിഞ്ഞ ദിവസം എനിക്ക് ബീൻസിൻ്റെ ബോട്ടിൽ ബാത്റൂമിൽ വെച്ചാണ് കിട്ടിയത്, അതിനു മുന്നേ എനിക്ക് ഫ്രീസറിൽ നിന്ന് ന്യൂസ് പേപ്പർ കിട്ടി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതിന് അപ്പൂപ്പൻ പറയും, അത് ചെറിയൊരു കൺഫ്യൂഷൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, വേറെ ഒന്നുമില്ല. മകള് പറയും, ഇപ്പോൾ പുതിയൊരു പരിപാടി കൂടെ തുടങ്ങിയിട്ടുണ്ട്, വീട്ടിലൊരു ഏലിയൻ കൂടെ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ ചോദിക്കും, അങ്ങനെയുണ്ടോ, ശരിയാണോ? നമ്മുടെ ആൾ പറയും, ഹേയ് അങ്ങനൊന്നുമില്ല, ഞാൻ ആളുകളോടൊക്കെ വെറുതെ ഒരു ജോക്ക് പറഞ്ഞാണ്. എന്നാൽ ഡോക്ടർ പറയാ, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയാവില്ല, ഒന്നുകിൽ നിങ്ങൾ വീട്ടിലേക്ക് ഒരു നഴ്സിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറണം. ഇത് കേൾക്കുന്ന നേരം തന്നെ അപ്പൂപ്പന് ദേഷ്യം വന്ന് ഹോസ്പിറ്റലിലെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന നേരം മകൾ പിന്നാലെ ഓടി വന്ന് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അപ്പൂപ്പൻ പറയും, നീ എന്നെ ചതിച്ചു, ഇതുപോലെ ഒരു എക്സാം ഉണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള അവസരം എനിക്ക് തന്നില്ല, ഇതുപോലെ ഒരു എക്സാം ഉള്ള കാര്യം പോലും എന്നോട് നീ പറഞ്ഞില്ല. അങ്ങനെ കണ്ണെല്ലാം നിറഞ്ഞുകൊണ്ടാണ് അപ്പൂപ്പൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ മേലെയുള്ള നിലയിൽ പോയി കുറേ നേരം കരഞ്ഞോ കിടന്നോ എന്തൊക്കെയോ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. ആ സമയത്താണെങ്കിൽ ഏലിയൻ സ്പേസ്ഷിപ്പിൽ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൂപ്പൻ പറയും, എൻ്റെ മകളിപ്പോൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മകനാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായി, അതിലെനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ആയ കാലത്ത് എനിക്ക് അവനെ നല്ലപോലെ നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതെല്ലാം ആണെങ്കിൽ ഏലിയൻ നല്ലപോലെ കേട്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും അപ്പൂപ്പൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് അത് നോക്കിയിരിക്കുന്നത്. അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പൻ്റെ വിഷമങ്ങളെല്ലാം അതിനോട് തുറന്നു പറയുകയും ചെയ്യും. അന്ന് രാത്രി അപ്പൂപ്പൻ കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്ന മകനെ കോൾ ചെയ്യും. അവൻ എടുക്കുന്നൊന്നുമില്ല, എന്നിരുന്നാലും അവന് വോയിസ് മെയിൽ ചെയ്യും. ഹലോ മോനെ, ഇത് ഞാൻ അച്ഛനാ, നിനക്കെങ്ങനെ സുഖമല്ലേ? എനിക്ക് ഇവിടെ സുഖം തന്നെ. ഇവിടെ മഞ്ഞുകാലമൊക്കെ തുടങ്ങി, നീ എന്തിനാടാ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നത്? എല്ലാം മറന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്നിക്കാം, നീ എന്തിനാ വെറുതെ മുഖം തിരിയുന്നത്? അപ്പൂപ്പൻ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ മകൻ കേൾക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നിരുന്നാലും പറയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സാൻഡി അമ്മൂമ്മ ഏലിയനായിട്ട് ഒരു ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും സാൻഡി അമ്മൂമ്മയുടെ മകളുടെ ടീഷർട്ട് ആയിരുന്നു. അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഐ ആം നോട്ട് എ ലെസ്ബിയൻ ബട്ട് മൈ ഗേൾ ഫ്രണ്ട് ഈസ്. അങ്ങനെയാണ്. അത് കാണുന്ന മിൽട്ടൺ അപ്പൂപ്പൻ ചോദിക്കും, നിന്റെ മകള് ശരിക്കും ഒരു ലെസ്ബിയൻ അല്ലായിരുന്നോ? അവള് ശരിക്കും ഒരു ലെസ്ബിയൻ തന്നെയാണ്, പക്ഷെ അവളുടെ കളിച്ചിരി തമാശക്കായിട്ട് അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന നേരം സാൻഡി അമ്മൂമ്മ പറയും, നമുക്ക് ഇവനൊരു പേര് കൊടുക്കണ്ടേ? അതിന് അപ്പൂപ്പൻ പറയും, ഇവന് പേരിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവനെപ്പോഴും എൻ്റെ അടുത്ത് തന്നെയല്ലേ ഉണ്ടാവുക, വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ പോരെ, അവൻ നോക്കില്ലേ? അതൊന്നും പറ്റില്ല, നമുക്കിവനെ ജൂൾസ് എന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുന്ന നേരം അപ്പൂപ്പൻ അതും പറ്റുന്നില്ല. അതൊന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ട് അപ്പൂപ്പൻ അങ്ങ് പെട്ടെന്ന് പറ്റില്ല. അതേസമയത്ത് ക്ലാര അമ്മൂമ്മ വീട്ടിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് ഏതോ ഒരു പേടകത്തിന്റെ കഷ്ണം താഴേക്ക് ഭൂമിയിലേക്ക് വീണിട്ടുണ്ട്, അത് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്ക് ഗവൺമെന്റ് $10,000 കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന നേരം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മിൽട്ടൺ അപ്പൂപ്പൻ പറഞ്ഞ കാര്യമാണ്. അപ്പം തന്നെ വണ്ടി എടുത്ത് നേരെ ആശാന്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കും. അവിടെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന നേരം നമ്മുടെ ടീംസ് 3 പേര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് കാണുക. ഏലിയനെ നല്ലപോലെ കാണുകയും ചെയ്യും. എന്നിട്ട് ചെന്ന് ബെല്ലടിക്കുന്ന നേരം നമ്മുടെ സാൻഡി അമ്മൂമ്മയാണ് പുറത്ത് ആരാന്ന് വന്ന് നോക്കുന്ന നേരം കണ്ണമ്മയെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജൂൾസിനെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറയും. ഒളിപ്പിച്ച് കഴിഞ്ഞാണ് ഡോർ തുറക്കുന്നത്. ഹേ ക്ലാര, ഞാനും മിൽട്ടണും ഇവിടുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അതിന് ക്ലാര അമ്മൂമ്മ പറയും, പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഇനി നാളെ ഉച്ചക്കാക്കാം, ഞാൻ അകത്തിരിക്കുന്ന എലിയനെ കണ്ടുവന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടിയാണ് ഇപ്പം ടേബിളിന് ചുറ്റുമായിട്ട് ഇരിക്കുന്നത്. അപ്പൂപ്പൻ പറയും, ഇപ്പം 3ാമതൊരാൾ കൂടെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവളെങ്കിൽ കൊന്നാലോ? അതിന് ക്ലാരമ്മ പറയും, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഇവനങ്ങനെ ഭാവിയിൽ പ്രശ്നക്കാരനാവോ എന്ന് ചോദിക്കുന്ന നേരം അപ്പൂപ്പൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവളെങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയെന്ന്. അന്നേരം സാൻഡി അമ്മൂമ്മയാണ് പറയാ, വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ ആരോടും പറയാൻ പോകുന്നില്ല എന്ന്. അപ്പോഴാണ് ഏലിയൻ ഒരു ചിത്രം കൂടെ, ഒരു പൂച്ചയുടെ ചിത്രം കൂടെ വരച്ചിട്ട് നമ്മുടെ ആളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ ഈ പൂച്ചയുടെ ചിത്രം, ഇതുപോലെ കുറേ ചിത്രങ്ങൾ അവൻ എനിക്ക് വരച്ചു തരാറുണ്ടെന്ന് പറഞ്ഞ് ആ ഫ്രിഡ്ജിന് മുകളിലേക്ക് കാണിച്ചു കൊടുക്കും. നോക്കുന്നേരം കുറേ പൂച്ചകളുടെ ചിത്രം ഏലിയൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണമ്മ പറയും, ചിലപ്പോൾ ഇവൻ നിങ്ങളോട് എന്തോന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കായിരിക്കും, അല്ലാതെ ഇത്രയും പൂച്ചകൾ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം കാണുന്നത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി സെന്റർ ആണ്. അവിടെ അവരെല്ലാ കോളുകളും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാട്ടിലെ എല്ലാ കോളുകളും. അതിലൊരു കോള് പറയാണ്, അങ്ങേര് വീടിന് പിന്നിൽ ഇപ്പോഴും സ്പേസ്ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങേര് തിരിച്ചു വരുന്ന ലക്ഷണമൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അവർ ആ ലൊക്കേഷനിലേക്ക് 2 ബഡ്ഡീസിന് വിടും. അവർ ഓടിച്ചെന്ന് ആ വീട്ടിലെത്തിയിട്ട് ഡോറ് മുട്ടുന്നേരം അവർ വാതിൽ തുറന്നു. ഇനി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി നോക്കിയാൽ മാത്രം മതി.
മതി. അങ്ങനെ അവർ വീടിന്റെ പിന്നിലേക്ക് ചെന്ന് നോക്കുന്ന നേരത്താണ് അത് വേറെ ഏതോ ഒരു ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീടാണ്. ആ ചേട്ടനാണെങ്കിൽ ആ വീടിന്റെ പിന്നിൽ വലിയൊരു സ്പേസ്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് അപ്പൂപ്പന്റെ വീട്ടിലേക്ക് ക്ലാരമ്മ വന്നിട്ടുണ്ട്. ഏലിയനായിട്ട് പുതിയ ടീഷർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഇടിച്ചു കൊടുത്ത് അവരകത്ത് വന്നിരിക്കും. അങ്ങനെ ക്ലാരമ്മ ഏലിയനോട് ക്ലാരമ്മയുടെ ചരിത്രം പറയാൻ തുടങ്ങും. നിനക്കറിയായിരുന്നു, ഒരു കാലത്ത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സുന്ദരി ഞാനായിരുന്നു. ഒരേ സമയത്ത് 4 കാമുകന്മാർ വരെ എൻ്റെ പിന്നാലെ നടക്കാറുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ആൾ പറയും, അവനെ വിട്ടേക്ക്, അവന് സ്പേസ്ഷിപ്പ് നന്നാക്കാനായിട്ട് ഉണ്ടാകും. എന്നാലും ക്ലാരമ്മ വിടുന്ന ലക്ഷണമല്ല, ഞാൻ നല്ലപോലെ പാട്ട് പാടുമെന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു പാട്ട് പാടാൻ തുടങ്ങും. മോശമൊന്നുമല്ല, നല്ലൊരു പാട്ട് തന്നെയാണ് ക്ലാരമ്മ പാടുന്നത്. ശരിക്കും ക്ലാരമ്മക്ക് വലിയ എന്തോ ഒരു ചരിത്രം ഉണ്ട് പിന്നിൽ. അതേ സമയത്താണ് ഇവിടെ സാൻഡി അമ്മൂമ്മയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. ഹോൾഡേഴ്സ് ഫോർ യങ്ങേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് കേട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ചായയും കുടിച്ച് അകത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം അവൻ പറയും, എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട്, ഞാൻ നിങ്ങളുടെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ. അതിന് സാൻഡിയമ്മ പറയും, ഓക്കെ, നേരെ മേലെയാണ്, നേരെ മേലെ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൻ നേരെ മേലെ ചെന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങും. പിന്നെ തിരിച്ചു വരുന്നില്ല. ഇത്രയൊക്കെ മൂത്രമൊഴിക്കാൻ അവൻ ആരാന്ന് വിചാരിച്ച് അമ്മൂമ്മ മേലെ കയറി നോക്കുമ്പോഴാണ് അവൻ അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കട്ടെടുത്തോണ്ടിരിക്കുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നമുക്ക് താഴെ നിന്ന് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, എനിക്ക് അതിലും വലുത് നിങ്ങളുടെ ആഭരണങ്ങളാണ്. എന്നാൽ പിന്നെ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാൻഡിയമ്മ താഴെ കൂടുന്ന നേരം അവനും പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. എന്നാൽ വീട്ടിൽ പാട്ടും കേട്ടോണ്ടിരിക്കുന്ന ഏലിയന് അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകും. അന്നേരം ഏലിയന്റെ തലയുടെ നിറം കടും നീലയിലേക്ക് മാറി വരുന്നുണ്ട്. അതേസമയത്ത് ആ കള്ളൻ സാൻഡിയമ്മയെ അവിടെ പിടിച്ച് താഴെയിട്ട് ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ കടും നിറത്തിലേക്ക് മാറി ഏലിയന്റെ തല മെല്ലെ സാധാ രീതിയിലേക്ക് തന്നെ മാറി വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്നാൽ അപ്പോഴേക്ക് ഇവിടെ കണ്ണമ്മയുടെ പാട്ട് തീർന്നു. അങ്ങനെ അവരെല്ലാവരും കൈയടിക്കും. മിൽട്ടൺ അപ്പൂപ്പൻ അത് വലിയ ഇഷ്ടാവുകയും ചെയ്യും. എന്നാൽ അവിടെ ശരിക്കും എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഉപദ്രവിക്കാൻ വന്ന കള്ളന്റെ തല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കുറെ പോലീസുകാർ എത്തിയിട്ടുണ്ട്. പോലീസുകാർ സാൻഡി അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്താണ് പറയുന്നത്, വെറുതെ നിന്ന കള്ളന്റെ തല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചെന്നോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്ത് ചെയ്യാനാ, അവന്റെ തലയിൽ ഗുണ്ട് വെച്ച് പൊട്ടിക്കാനോ? എനിക്ക് അതിനൊന്നും പറ്റില്ല. അവന്റെ ശരീരവും എന്റെ ശരീരവും കണ്ടാൽ മനസ്സിലാവില്ലേ അവൻ എന്നെ സുഖമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം. സാൻഡി അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്. എന്തായാലും പോലീസുകാർക്കും മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. എന്നാൽ സാൻഡി അമ്മയ്ക്ക് പെട്ടെന്നാണ് എന്തോ ഒരു കാര്യം മനസ്സിലേക്ക് വരിക. അപ്പം തന്നെ കാർ എടുത്തുകൊണ്ട് നമ്മുടെ അപ്പൂപ്പന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ എത്തി വീടിന്റെ പിന്നിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എലിയന്റെ അടുത്ത് ചെന്ന് അവനെ കെട്ടിപ്പിടിക്കും, ജൂൾസിനെ കെട്ടിപ്പിടിക്കും. എന്നാൽ നമ്മുടെ ടീമിന് മനസ്സിലായിട്ടില്ല സാൻഡി അമ്മ ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അങ്ങനെ സാൻഡി അമ്മ അവർക്ക് കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഒരു കള്ളം വന്നെന്നും അവന്റെ തല പൊട്ടിത്തെറിപ്പിച്ച് അവനാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം സാൻഡി അമ്മ പറഞ്ഞു കൊടുക്കും. അന്നേരം കണ്ണമ്മ പറയും, അവൻ എന്തായാലും എന്തോ ഒരു വലിയ ശക്തി ഇരിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ സാൻഡി അമ്മ പറയും, അവൻ എന്തായാലും ഇപ്പം നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവന്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം, ഒരിക്കലും അവനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അതേസമയത്ത് നേരത്തെ സാൻഡി അമ്മൂമ്മയെ ചോദ്യം ചെയ്തിരുന്ന 2 പോലീസുകാരോട് അവരുടെ ചീഫ് പറയുന്നുണ്ട്, ഇനി എന്തായാലും സാൻഡിയുടെ പിന്നാലെ നിങ്ങൾ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി ആരോ ആ കള്ളനെ കൊന്നെന്നാണ്. സാൻഡി ആണെങ്കിൽ അവരെ രക്ഷിക്കാനാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾ ഇനി അവരുടെ പിന്നാലെ വേണം. പോലീസ് ചീഫ് എന്തായാലും സാൻഡി അമ്മൂമ്മയുടെ പിന്നാലേക്ക് ആ 2 പോലീസുകാരെ പറഞ്ഞയച്ചു. ഇനി എവിടെ പോവുകയാണെങ്കിലും സാൻഡി അമ്മ എവിടെ പോവുകയാണെങ്കിലും അവർ 2 പേരും പിന്നാലെ തന്നെ ഉണ്ടാകും. അന്നേരം മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്ന അപ്പൂപ്പന്റെ അടുത്തേക്ക് മകൾ ഓടി വന്ന് പറയും, എനിക്കറിയാം ഞാൻ നിങ്ങളോട് ചെയ്ത് മോശമായി പോയി, ഇനിയെങ്കിലും എന്നോടൊന്ന് സംസാരിക്കുമോ? നീ ചെയ്തതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നീ വിട്ടോന്നും പറഞ്ഞ് അപ്പൂപ്പൻ നടക്കുന്ന നേരം അവൾ നിർത്തി ചോദിക്കും, ഈ കയ്യിലുള്ള ആപ്പിളെല്ലാം എന്തിനാണ്, ഏലിയൻസിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? അപ്പൂപ്പനാണെങ്കിൽ അവൾ കളിയാക്കുന്ന പോലെയാണ് തോന്നുക. അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ വീട്ടിലേക്ക് നടക്കും. വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ഒരു സ്മെല്ല് വരുന്നത്. എന്തോ ഒരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പൂച്ച ചത്ത് കിടക്കുന്നതാണ് കാണുക. ആദ്യം അവർ വിചാരിക്കും ജൂൾസ് ആണ് അതിനെ കൊന്നിരിക്കുന്നതെന്ന്. പക്ഷെ ജൂൾസ് അല്ല അതിനെ കൊന്നത്, അത് കാറ് കയറി ചത്തുപോയൊരു പൂച്ചയാണ്. എന്നാൽ അതിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ജൂൾസ് ആണ്. അന്നേരം കണ്ണമ്മ പറയും, അവൻ ആവശ്യമുള്ളത് പൂച്ചകളെയാണ്, അതുകൊണ്ടാണ് അവൻ പൂച്ചകളുടെ ചിത്രം വരച്ച് കാണിച്ചു തരുന്നത്. അതേസമയത്ത് തന്നെ ജൂൾസ് മറ്റൊരു പൂച്ചയുടെ ചിത്രം കൂടെ കാണിച്ചെടുക്കും. അതിൽ വരച്ചിരിക്കുന്നത് 6 പൂച്ചകളും ഒരു സ്പേസ്ഷിപ്പുമാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ജൂൾസിന് സ്പേസ്ഷിപ്പ് നന്നാക്കാനായിട്ട് 7 പൂച്ചകൾ ആവശ്യമുണ്ട്. അതിൽ 1 കിട്ടി, ഇനി 6 കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ടായിരുന്നു ജൂൾസ് ഇതുവരെ പൂച്ചകൾ ചിത്രം വരച്ച് കൊണ്ട് കൊടുത്തിരുന്നത്. എന്നാൽ അവർക്കിനി ജൂൾസിന് പൂച്ചയെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചയെ കൊല്ലണമല്ലോ. അവർക്കാണെങ്കിൽ അതിന് പറ്റില്ല. അപ്പോഴാണ് അപ്പൂപ്പൻ ആലോചിക്കുക, എൻ്റെ മകളൊരു മൃഗ ഡോക്ടറാണല്ലോ എന്നുള്ള കാര്യം. അപ്പം തന്നെ അവളെ വിളിച്ച് ചോദിക്കും, നിന്റെ ഹോസ്പിറ്റലിൽ ചത്തുപോകുന്ന മരിച്ചു പോകുന്ന പൂച്ചകളൊക്കെ നീ എന്താ ചെയ്യാറ്? അതിന് അവൾ ചോദിക്കും, നിങ്ങൾക്ക് പൂച്ചയൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അതൊരു ആവശ്യത്തിനാന്ന് പറയുന്ന നേരം അവൾ പറയും, എന്താവശ്യത്തിനാണെങ്കിലും അത് പറഞ്ഞാലേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഇനി സത്യം പറയാതെ അവൾ തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവളോട് ചോദിക്കില്ല. അവരെല്ലാവരും കൂടെ റോഡിന്റെ സൈഡിലെല്ലാം കാരിടിച്ച് വീഴുന്ന പൂച്ചകൾ ഉണ്ടാവുമോ എന്നറിയാനായിട്ട് തെരഞ്ഞിറങ്ങാൻ വിചാരിക്കും. അവർ കാറിലാണ് പോകുന്നതിന്റെ തൊട്ടു പിന്നാലെയായിട്ട് സാൻഡി അമ്മൂമ്മയെ ഫോളോ ചെയ്യാനായിട്ട് വന്ന 2 പോലീസുകാരും കാറിൽ അവരുടെ പിന്നാലെ തന്നെ വെച്ച് പിടിയുന്നുണ്ട്. പോകുന്ന വഴിക്ക് അപ്പൂപ്പൻ സാൻഡി അമ്മയോട് ചോദിക്കും, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കെട്ടിയവന്റെ അവസാന കാലഘട്ടം എങ്ങനെയായിരുന്നു? സാൻഡി അമ്മ പറയും, തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറക്കാൻ തുടങ്ങി, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയി, പിന്നെ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഒരിക്കലും സ്പൂൺ അങ്ങേര് ബെഡ്റൂമിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത്. അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേര് മുറ്റത്തറിയാതെ കാര്യം സാധിച്ചു പോയി. അതിൽ അങ്ങേർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അല്ല, നീ എന്നോട് എന്തിനാണ് ഇതെല്ലാം ചോദിച്ചത്? നിന്നോട് ഡോക്ടർ എന്തെങ്കിലും മോശമായി
കൃത്യമായിട്ട് പറഞ്ഞു. അതിന് അപ്പൂപ്പൻ പറയും, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ് സാധനങ്ങളെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നത്. അതിന് സാന്റിയമ്മ പറയും, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എൻ്റെ കിട്ടിയോന് മറവി തുടങ്ങിയിട്ട് പിന്നെയും 3-4 വർഷങ്ങൾ കഴിഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ കൂടെ. അപ്പോഴാണ് അപ്പൂപ്പൻ ആദ്യത്തെ പൂച്ചയെ പുറത്ത് കാണുക. അങ്ങനെ കാറ് നിർത്താൻ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങിയിട്ട് ആ പൂച്ചയെ പിടിച്ച് കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റാണ്. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് പോലീസുകാർ കാണുന്നുണ്ട്. അവരുടെ ചീഫ് വിളിച്ചു ചോദിക്കും, അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അതിന് അവർ പറഞ്ഞു കൊടുക്കും, വണ്ടി ഇടിച്ച് വീണ ഏതോ ഒരു പൂച്ചയെ പിടിച്ച് ഡിക്കിയിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മുടെ ടീമിനാണെങ്കിൽ ആകെ 2 പൂച്ചയാണ് കിട്ടിയത്. അതിനായിട്ട് അവർ തിരിച്ചു വരുന്ന നേരം അവർക്കിപ്പോൾ മൊത്തമായിട്ട് 3 പൂച്ചയെ കിട്ടി. ഇനി 4 കൂടെ ബാക്കി വേണം. എന്നാൽ ക്ലാരമ്മ പറയും, ഈ സിറ്റിയിൽ എനിക്കറിയാത്ത ഒരു മുക്കുമില്ല മൂലയുമില്ല, അവിടെ പോയിട്ട് ബാക്കിയുള്ള പൂച്ചകളെല്ലാം ഞാൻ കൊണ്ടുവരാം. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് സെക്യൂരിറ്റി സെന്ററിലുള്ളവർ അപ്പൂപ്പന്റെ മകളും മകനും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുക. അവള് പറയും, അച്ഛൻ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏലിയനാന്ന് പറഞ്ഞ് കുറച്ച് ആപ്പിളുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് കണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റും. എന്നാൽ ഇത് കേൾക്കുന്ന സെക്യൂരിറ്റി സെന്റർ അവരുടെ ബഡ്ഡീസ് പോലീസിലായിരുന്നു ജെയിംസ് ബോണ്ടുകൾ അവരെ രണ്ടുപേരെയും അപ്പൂപ്പന്റെ വീടുള്ള ലൊക്കേഷനിലേക്ക് പറഞ്ഞു വിടും. എന്നാൽ ഇവിടെ ക്ലാരമ്മ 3 പൂച്ചകളായിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും അവർക്ക് ഒറ്റ പൂച്ചയെ കൂടെ ആവശ്യമുണ്ട്. അതിനെ കൂടെ കിട്ടിയാലേ ഇനി കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ഒരൊറ്റ പൂച്ചയെ കൂടെ എങ്ങനെ കിട്ടുമെന്ന് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ഏജന്റുമാർ ബഡ്ഡീസ് വന്ന് ബെല്ലടിക്കുന്നത്. അത് കാണുന്ന നേരം അവർ ജൂൾസിനെ ഒളിപ്പിക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ കാണുന്നില്ല. ഏജന്റുമാരാണെങ്കിൽ ബെല്ലടിച്ചോണ്ട് നിൽക്കുകയാണ്. എന്നാൽ അവരാരും മിണ്ടാതിരിക്കുന്ന നേരം വീട്ടിൽ ആരും ഇല്ലാന്ന് വിചാരിച്ച് അവരവിടെ നിന്ന് തിരിച്ചിറങ്ങും. നമ്മുടെ ടീംസ് വീടിന്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ജൂൾസ് പേടകത്തി കയറി നിന്നായിരുന്നു. അവൻ അങ്ങനെ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. കണ്ണമ്മ പറയും, ഇനി നമുക്ക് കാത്തിരിക്കാനായിട്ട് തീരെ സമയമല്ല. ഏജന്റുമാർ എപ്പോഴാണ് ഇങ്ങോട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരൊറ്റ പൂച്ചയെ കിട്ടാനായിട്ട് എന്തെങ്കിലും വഴി ആരുടെയും കയ്യിലുണ്ടോ? അന്നേരമാണ് അപ്പൂപ്പൻ പറയാ, നമുക്ക് നിന്റെ പൂച്ചയെ കൊന്നാലോ? അതിനാണെങ്കിൽ ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല, നടക്കാനും പറ്റില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നല്ലേ നല്ല. ഇത് കേൾക്കുന്ന കണ്ണമ്മക്ക് ദേഷ്യം വന്ന് കണ്ണും നിറഞ്ഞോണ്ടൊന്നും മിണ്ടാതെ പുറത്തു പോയിട്ട് കാറിലിരിക്കും. ഇനി എന്താണ് സംഭവിക്കാൻ പോവുക? നമ്മുടെ ജൂൾസിന് പൂച്ചയെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് പോകാൻ പറ്റില്ല. അവന് പോകാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഏജന്റുമാരെത്തും. ഏജന്റുമാർ ജൂൾസിനെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ അവൻ എന്താണ് സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സാന്റിയമ്മ കാറി കയറിയിട്ട് ക്ലാരയമ്മയോട് പറയും, മിൽട്ടൺ നിന്നോട് പറഞ്ഞ് വളരെ മോശമായി പോയി. അതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്കറിയാം നിനക്ക് നിന്റെ പൂച്ചാന്ന് വെച്ച വലിയ ജീവനാണ്. അതിന് ക്ലാരമ്മ പറയും, നിനക്കറിയോ, ഞാൻ എൻ്റെ വീട്ടിലെത്താൻ നേരം വൈകിയാൽ ആരും എന്നെ കാത്തിരുന്നില്ലെങ്കിലും അവൻ എന്നെ കാത്തിരിക്കുകയായിരുന്നു. അവൻ എനിക്ക് എൻ്റെ മകനെ പോലായിരുന്നു. അവനില്ലെങ്കിൽ എനിക്ക് വേറെ ആരുമില്ല. പക്ഷെ അവനിപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു വന്നിട്ട് 1 വർഷമായി. അതുകൊണ്ട് മിൽട്ടൺ പറയുന്നത് തന്നെയാണ് ശരി. അങ്ങനെ ക്ലാരമ്മയുടെ പൂച്ചയായിട്ട് വരും. കറുപ്പായി ഇനി മരിക്കാനായിട്ട് പോവുകയാണ്. മരിക്കുന്ന നേരം തല പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ സാന്റിയമ്മ പൂച്ചയുടെ തലയിൽ ചെറിയൊരു പാത്രം വെക്കും. അതേ സമയത്ത് ജൂൾസിന്റെ തല നീല നിറത്തിലേക്ക് വരുന്നുണ്ട്, കടും നീല നിറത്തിലേക്ക്. പിന്നെ അത് നോർമലായിട്ട് തന്നെ വരും. എന്നാൽ പൂച്ചയുടെ തല പൊട്ടിത്തെറിച്ചിട്ടില്ല, അത് മെല്ലെ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെല്ലാ പൂച്ചകളെയായിട്ട് സ്പേസ് ഷിപ്പിന് തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഒരു തുണിയിൽ കിടത്തും. അതിന്റെ മേലേക്ക് ജൂൾസ് മറ്റൊരു തുണി വിരിക്കും, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തുണി. അത് വിരിച്ചു കഴിയുന്ന നേരം അതിനകത്ത് എന്തോന്ന് സംഭവിക്കുന്നുണ്ട്, എന്തോ ഒരു സയൻസ് ആണ് സംഭവിക്കുന്നത്. ജൂൾസ് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. അവസാനം അതെല്ലാം കൂടെ ചുരുണ്ടുകൂടിയിട്ട് ചെറിയ ഒരു ചുവന്ന ബാറ്ററി ആയിട്ടാണ് മാറുന്നത്. ജൂൾസ് അതെടുത്ത് അവന്റെ സ്പേസ് ഷിപ്പിന്റെ ഡോറ് തുറന്ന് അതിന്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് അത് അടയ്ക്കും. എന്നിട്ട് കുറച്ച് ദൂരേക്ക് വന്ന് ആ സ്പേസ് ഷിപ്പിലേക്ക് ഒന്ന് ഇരുത്തി നോക്കുന്ന നേരം അത് മെല്ലെ മെല്ലെ ലൈറ്റ് എല്ലാം കത്തിയിട്ട് പൊന്തി വരുന്നുണ്ട്. അങ്ങനെ അത് കുറച്ച് മേലേക്ക് ഉയർന്നു വരും. നമ്മുടെ ആളുകളാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അത് ഉയർത്തി കഴിഞ്ഞാൽ ജൂൾസ് അതുപോലെ തന്നെ മെല്ലെ താഴേക്ക് ലാൻഡ് ചെയ്യും. എന്നാൽ ഇവിടെ സ്പേസ് ഷിപ്പ് ഉയർന്നപ്പോൾ സെക്യൂരിറ്റി സെന്റർ അവരുടെ റഡാറിൽ ഇവിടെ എന്തോ ഒരു സാധനം ഉയർന്നായിട്ട് കാണുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഏജന്റുമാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. ഇവിടെയാണെങ്കിൽ സാന്റിയമ്മ ജൂൾസിനോട് കൺഗ്രാറ്റുലേഷൻ പറയാണ്. എന്നാൽ ക്ലാര അമ്മ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ സിറ്റിയുടെ ഒരു സ്നോ ഗ്ലോബാണ് അവന്റെ കൈ കൊടുക്കുന്നത്. അത് കാണുന്ന സാന്റിയമ്മ മുഖത്തേക്ക് ഓടി ചെന്നിട്ട് ഒരു കമ്പിളി കുപ്പായം കൊണ്ടുവരും. അതാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ മിൽട്ടൺ അപ്പാപ്പൻ കൊടുക്കുന്നത് അപ്പാപ്പന്റെ തിരിച്ചറിയൽ കാർഡാണ്. എന്റെ മുഖം ഒരിക്കലും മറന്നു പോരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ കൈ കൊടുക്കുന്നത്. അതെല്ലാം വാങ്ങി കഴിയുന്ന നേരം അവൻ എല്ലാവരോടും കൈകൊണ്ട് എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. ആദ്യമൊന്നും മിൽട്ടൺ അപ്പാപ്പന് കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. എന്നാൽ അപ്പാപ്പൻ എങ്ങനെയായിരുന്നു അന്ന് അവനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് അവനിപ്പോൾ സ്പേസ് ഷിപ്പിലേക്ക് അവർ വിളിക്കുന്നത്. ഇത് കാണുന്ന അപ്പാപ്പനാണെങ്കിൽ കുറച്ച് സമയം എന്തെല്ലാമോ ചിന്തിച്ച് നിന്ന് ഞാൻ അവന്റെ കൂടെ പോവാണെന്ന് പറയും. അന്നേരം സാന്റിയമ്മ ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്, ഇപ്പം എന്താ ഇതുപോലൊരു തീരുമാനം എടുക്കുന്നത്? അതിന് അപ്പാപ്പൻ പറയുന്നത്, എൻ്റെ മകൾ എന്നെ നോക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. അതെല്ലാം കണ്ടു നിൽക്കാനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ പോവാണ്. അതേ സമയത്താണ് വീട്ടിലെ ഫോണിലേക്ക് മകൾ വിളിക്കുന്നത്. അപ്പാപ്പൻ ചെന്ന് എടുത്തു നോക്കുന്ന നേരം മകൾ പറയാണ്, അടുത്ത ഞായറാഴ്ച നമുക്ക് മുടി വെട്ടാനായിട്ട് പോയാലോ? അപ്പൂപ്പനാണെങ്കിൽ തിരിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അങ്ങോട്ട് വരണോന്ന് ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും, അല്ല കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഞായറാഴ്ച മുടി വെട്ടാനായിട്ട് പോവാം. ഞാൻ എൻ്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കട്ടെ, അന്ന് എനിക്ക് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുടി വെട്ടാനായിട്ട് പോകാമെന്ന് പറയും. അതും കഴിഞ്ഞ് ഒരു മുത്തം കൊടുത്താണ് അപ്പൂപ്പൻ കോള് കട്ട് ചെയ്യുക. എന്നാൽ ഇതേ സമയത്താണ് ഏജന്റുമാർ വന്ന് വാതിൽ മുട്ടുന്നത്. അവർ മുട്ടുന്നതിന്റെ സ്പീഡ് കൂടി വരികയാണ്. ഇത് കാണുന്ന അപ്പാപ്പൻ പുറത്തേക്ക് ഓടി ചെന്ന് അവർ ജൂൾസിനെ പിടിക്കാൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അതേ സമയത്ത് ഏജന്റുമാരാണെങ്കിൽ വാതിലും ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി. നമ്മുടെ അപ്പൂപ്പനും ടീമും ആണെങ്കിൽ അപ്പോഴേക്ക് ജൂൾസിന്റെ കൂടെ പേടകത്തിലേക്ക് കയറുകയും ചെയ്തു. ഓടി വരുന്ന ഏജന്റുമാർ കാണുന്നത് സ്പേസ് ഷിപ്പിൽ അവരെല്ലാവരും കൂടെ ആകാശത്തേക്ക് പറന്നു പോകുന്നതാണ്. അവരാണെങ്കിൽ ഇതെന്ത് തേങ്ങയാന്ന് വിചാരിച്ച് അത് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പറന്ന് ആകാശത്തേക്ക് പോകുന്ന പേടകത്തിന്റെ ഡോറ് തുറക്കുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നാണ്. ഇവരെല്ലാവരും ഇത്രയ്ക്ക് പെട്ടെന്നൊരു ഗാലക്സി
എത്തിയോന്ന് വിചാരിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അന്നേരം അവർ പുറത്ത് കാണുന്നത് ഭൂമിയിലുള്ളതുപോലെ തന്നെ കല്ലുകളും മരങ്ങളും മണ്ണും എല്ലാം ആണ്. സാൻഡി അമ്മൂമ്മ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ ഫുൾ റേഞ്ച് കാണുന്നുണ്ട്. നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭൂമിയിലുള്ളതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കിടക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി അവരെങ്ങോട്ടും പോയിട്ടില്ല, അവർ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും ജൂൾസ് അവർക്ക് തീരുമാനം എടുക്കാൻ ഒരു സമയം കൊടുത്താണ്. നേരത്തെ രക്ഷപ്പെടാനായിട്ട് ഓടിച്ചാടി പേടകത്തിൽ കയറിയല്ലേ, എന്തായാലും ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇവിടെ നിർത്തിയത്. നമ്മുടെ ടീംസ് ആണെങ്കിൽ ജൂൾസിന്റെ മുഖത്തേക്ക് നോക്കി ഡിലിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അന്നേരം മിൽട്ടൺ അപ്പാപ്പൻ ജൂൾസിന്റെ തൊട്ടടുത്ത് വന്ന് മുട്ടിലിരുന്ന് പറയും, എനിക്ക് നിന്റെ കൂടെ വരാനായിട്ട് നല്ല ഇഷ്ടമുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ ഭൂമി. ഇനി വരാൻ പോകുന്നൊന്നും അത്ര നല്ല കാലങ്ങളായിരിക്കില്ല. എന്നിരുന്നാലും ആ ദിനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ ജീവിച്ച് തീർക്കും. അങ്ങനെ ജൂൾസ് തിരിച്ച് പേടകത്തിലേക്ക് കയറാൻ നേരത്ത് അവരൊന്നുകൂടെ നോക്കുന്നുണ്ട്. അവരെല്ലാവരും അവനൊരു ടാറ്റയും കൊടുക്കും. അങ്ങനെ പേടകത്തിൽ കയറി അതിന്റെ ഡോറും അടിച്ചുകൊണ്ട് അവൻ ആകാശത്തേക്ക് പറന്നു വരും. മേലേക്ക് പോകുന്ന നേരത്തും അവൻ ചില്ലുകൂടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് അവൻ മേലേക്ക് പോകുന്നത്. അവന് വിട്ടുപോകാനൊന്നും ശരിക്കും തോന്നുന്നില്ല. എന്നിരുന്നാലും അവൻ എങ്ങനെയോ അവരെയും വിട്ടു പോവുകയാണ്. പോയല്ലേ പറ്റൂ. എന്തായാലും അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നമ്മുടെ ടീംസ് ആണെങ്കിൽ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. അന്നേരം ക്ലാരമ്മ ചോദിക്കും, കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ അവൻ നമ്മളെ മറന്നു പോവുമോ? സാന്റിയമ്മ പറയും, മറക്കാനോ? അവൻ ഒരിക്കലും മറക്കില്ല. ആരെ മറന്നാലും അവൻ നമ്മളെ മറക്കാനായിട്ട് പോകുന്നില്ല. എന്നിട്ട് അപ്പൂപ്പന്റെ അടുത്ത് തൊട്ടടുത്ത് വന്നിരിക്കും. ഇനി അപ്പൂപ്പൻ എന്തായാലും ഒറ്റക്കായെന്ന് വിചാരിക്കേണ്ട, കൂട്ടിനായിട്ട് 2 കൂട്ടുകാരികളെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ജൂൾസ് പോയല്ലോ നല്ല വിഷമമുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾ പോയി. ഒരു നിലാവുള്ള രാത്രി നമ്മുടെ മിൽട്ടൺ അപ്പാപ്പൻ നടുവിലകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ജൂൾസിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ആകാശത്തിൽ നിന്ന് എന്തോ ഒരു സാധനം മെല്ലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ജനലിൽ കൂടെ നോക്കുന്ന നേരം വെളിച്ചെല്ലാം കാണുന്നുണ്ട്. ആ വരുന്ന ആരായിരിക്കും? നമ്മുടെ ജൂൾസ് ആണ്. അത് മനസ്സിലാക്കുന്ന അപ്പാപ്പൻ ചെറുതായിട്ടൊന്ന് ചിരിക്കും. അങ്ങനെ വീണ്ടും ജൂൾസിനെ കാണാമെന്ന പ്രതീക്ഷയിലിരിക്കുന്ന മിൽട്ടൺ അപ്പാപ്പനെയും കാണിച്ചുകൊണ്ട് ജൂൾസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുപോലെ ഒരു സിനിമയായിരുന്നല്ലോ നമ്മൾ ഇന്ന് കണ്ടിരുന്നത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു സൈഫൈ സിനിമയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കുറേ സംശയങ്ങൾ ബാക്കി കിടക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ലൊരു സിനിമ. നമ്മുടെ അപ്പാപ്പനെയും അമ്മച്ചിമാരെയൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നിങ്ങൾക്കും അവർ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട കഴിഞ്ഞ 2 സിനിമകളും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടൈപ്പിൽ വരുന്ന സിനിമകളായിരുന്നു. ആ സിനിമകളെല്ലാം ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിരുന്നു, ഈ സിനിമകളൊന്നും ഇനി കുറച്ച് ദിവസത്തേക്ക് ചെയ്യണ്ട, ഇതുപോലെ കൊലപാതക പരമ്പരകൾ ഉണ്ടാവുന്ന സിനിമകളൊന്നും കുറച്ച് ദിവസത്തേക്ക് ചെയ്യേണ്ടതെന്ന്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഇപ്പോൾ കൊലപാതകങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെല്ലാം കൂടി ഒരു അവസാനം ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാം അവസാനിക്കട്ടെ. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കൽ.